വേഗം ആവട്ടെ. ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പില്ലടേ. ഇതൊരു തുടക്കം മാത്രം. ഓ രണ്ട് ചമ്മി. കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടി അണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ. പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ട് അല്ലേ? നീ ആ കണ്ണാടി ഒന്നും ഊരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவிலிருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ് അയ്യങ്കാർ. ஐயங்காரையா அந்த தலை கொஞ்சம் എന്തോ നയങ്കാർ. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദിത്യ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ ഒരു കാര്യമില്ലാതെ അടിക്കുന്നോ? എന്താ കാര്യം തല്ലുന്നത്? ചൊല്ലിക്കൊടുക്കണ്ടാ. എന്നെ അടിക്കരുത്. ഞാൻ കേരളത്തിലെ വലിയ റൗഡി. അയ്യോ പാവം, യാരാவது കാപ്പാത്തുങ്ങോ. ഞാൻ ചുമ്മാ പറഞ്ഞ. ഞാൻ റൗഡിയല്ല, ആരുമല്ലോ. പേടിക്കല്ലേ. ഞാനൊരു പാവാണ്. പേടിക്കല്ലേ. എനിക്ക് വയ്യ. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നജിക്കാരെ അടിക്കല്ലേ. ഞാനിപ്പോ ചാവ്. നമുക്ക് പോവാം നജിക്ക, പോവാം. ഞങ്ങളെ തൂക്കിട്ട് വാങ്ങടാ. അയ്യോ അവരെ ഒന്നും ചെയ്യല്ലേ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കുക. വേണ്ട ഞാൻ ലേറ്റ് ആയ? ലേറ്റ് ആയിട്ടില്ല. കവന്നിരുന്നേ നല്ല വീതിയുള്ള പുറം. ഇതിന്റെ അകത്തേക്കൊന്ന് കയറി കാറ് നോക്കിക്കോ. നിന്നൊന്ന് കൊല്ലൂടാ. ജയിലിൽ പോടാ. പൊലി വേസ്റ്റാക്കല്ലോ. அப்படி அவரு சரத்குமார் மாதிரி இல்லையா? ஒன்னு சும்மா ரெடி, யாருன்னு தெரியாம.
കളരി നിന്റെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കിയിട്ട് ഒറ്റ ഇടിയടാ പട്ടി rascal. വെളി. ആരണ്ടാ വാ நான் அவருக்கு கங்க்ராச்சுலேட் சொல்லிட்டு வரட்டுமா? ஐயோ யார் என்னன்னு தெரியாம படிங்க. വല്ലതും പറ്റിയ? ഒന്നും പറ്റില്ല. ഞാനിത് എവിടം വരെ പോകുന്നു നോക്കുവായിരുന്നു. അച്ചുവേട്ടൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഈ മാലക്ക് വരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല. ഞങ്ങൾ രണ്ടും കൂടി എല്ലാത്തിനും ഇടിച്ച് നേരത്തെ ആ തടിയന് ഞാനൊരു ചവിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ അറിയില്ല. മൂന്നിന്റെ അന്ന് ചുമക്കും. എന്തായാലും ഇതുപോലെ ഒരു അടി കണ്ടിട്ട് കുറെ നാളായി. അത് ശരി. അടി കാണാനാണോ ഞങ്ങളെ കാഞ്ചീപുരത്തേക്ക്? കാഞ്ചീപുരമല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ. ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ തലയാവന്മാരെടുക്കും. ആരാടോ അവന്മാര്? മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാണ്. ഏതാ ഈ മുത്തുപ്പാണ്ടി? മീനാക്ഷി സിൽക്സിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഈവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്നത് മുതലാരോടല്ലേ, ഞങ്ങളോടാണ്. അതെ, പല ടൈപ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലു കൊള്ളുന്നത് ഇത് ആദ്യമായിട്ടാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു മാല, അവന്റെ അമ്മായിയമ്മയുടെ മാല. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. വരൂ നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട. തല്ല് വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളറിപ്പയറ്റ് നടത്തി കൈയും കാലും ഓടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തി വണ്ടി കയറി. എന്തെങ്കിലും പറ്റിയോ നജിക്ക? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടി ആ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ 4 കാലും പൊക്കൊന്ന് കുതിച്ചു ചാട് കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്? അവിടെ ഇവിടെ നീരുണ്ട്. കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശരത് കുമാർ அக்கா வந்து பாரு யாரு வந்திருக்காங்கன்னு. யாரு? நம்ம சரத்குமார் இல்லையா? சரத்குமார்? அங்க நம்ம கோவில்ல பார்க்கலையா? நல்ல டிஷும் அவர்தான். ஆமா, அவரா? அவர் எதுக்கு நம்ம வீட்டுக்கு வரணும்?